ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റൂബീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ബ്രെഡും മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. മുട്ട പൊതിയെന്നോ മുട്ട കബാബെന്നോ എന്ത് പേരിൽ വേണമെങ്കിലും നമുക്ക് വിളിക്കാം. അതുപോലെ തന്നെ നല്ല മഴ സമയത്ത് ചൂട് ചായക്കൊപ്പവും കട്ടനൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടീ ടൈം സ്നാക്കാണ് ഇത്. ബ്രെഡും മുട്ടയും മസാലയും ഒക്കെ ചേർന്ന് കൊണ്ടുള്ള സൂപ്പർ ടേസ്റ്റിൽ ഒരു കിടിലൻ വെറൈറ്റി പലഹാരമാണ് ഇത്. നമ്മുടെ സൂപ്പർ പലഹാരത്തിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ റൂബീസ് കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കിനെ. കൂടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, കമൻറ്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മുടെ കിടിലൻ പലഹാരത്തിന് ആവശ്യമായ സാധനങ്ങളും അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. മുട്ട പുഴുങ്ങിയെടുത്തത് 6 എണ്ണം, ബ്രെഡ് 15 എണ്ണം, അത് നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം. കടലമാവ് 1 കപ്പ്, പച്ചരിമാവ് 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള വലുത് 1 എണ്ണം ചെറുതായി കട്ട് ചെയ്തത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1.5 ടേബിൾ സ്പൂൺ, കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത് 1 എണ്ണം, എണ്ണ വറുക്കാൻ ആവശ്യമായത് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ. ആദ്യം നമുക്ക് ഇതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനായി ഒരു പാത്രത്തിലേക്ക് കടലമാവ്, പച്ചരിപ്പൊടി, ടൊമാറ്റോ, സവാള അരിഞ്ഞത്, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുരുമുളക് പൊടി, മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെള്ളം അല്പാൽപമായി ഒഴിച്ച് നല്ല തിക്ക് ബാറ്ററായിട്ട് നമുക്ക് തയ്യാറാക്കാം. ദാ ഇതുപോലെ. ഇനി നമുക്ക് മാറ്റിവെക്കാം. ബ്രെഡിൻ്റെ അരികിലെ ബ്രൗൺ പോർഷൻ എല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുത്ത ശേഷം നമുക്ക് മുട്ട പുഴുങ്ങിയെടുത്തതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിലേക്ക് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതായത് മധ്യഭാഗത്ത് നമുക്ക് കുരുമുളക് പൊടി ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ഓരോ ബ്രെഡ് പീസും എടുത്ത് വെള്ളത്തിൽ മുക്കിയെടുക്കുക. സാധാരണ വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് മുക്കിയെടുത്തതിന് ശേഷം അതിലേക്ക് ഓരോ മുട്ട വച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ദാ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ബാക്കിയുള്ള മുട്ടകളും ഈ രീതിയിൽ നമുക്ക് പൊതിഞ്ഞെടുക്കാവുന്നതാണ്. അടുത്തതായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് വറുക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ബ്രെഡിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടകൾ എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാല ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ബാറ്ററൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുന്ന രീതിയിലൊന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ സമയം തീ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് വയ്ക്കേണ്ടത്. ഇല്ലെങ്കിൽ പുറമേ നന്നായിട്ട് വേഗം, അകത്ത് വേഗത്തില്ല. അതുകൊണ്ട് ഇങ്ങനെ വേണം വയ്ക്കേണ്ടത്. ഒന്ന് ബ്രൗൺ നിറമാകുമ്പോൾ മറിച്ചിടാം. എല്ലാ സൈഡും നന്നായിട്ട് ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്ക് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. ബാക്കിയുള്ളതും ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല കിടിലൻ രുചിയിലുള്ള ബ്രെഡ് കൊണ്ടുള്ള മുട്ടപ്പൊതി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ ഈ അടിപൊളി പലഹാരം സോസിൻ്റെ കൂടെയോ അല്ലാതെയോ ഒക്കെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വെറൈറ്റി സ്നാക്ക് കൂടിയാണിത്. ചെയ്തെടുക്കാനും എളുപ്പമാണ്. ഇതിൻ്റെ സ്വാദ് അറിഞ്ഞവർ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കും. അത്രയ്ക്ക് സൂപ്പറാണിത്. നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കാൻ മറന്നു പോകരുതേ. അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.